السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, വളരെ വിശുദ്ധമായ ദിനങ്ങളിലൂടെയാണ് നാം സത്യവിശ്വാസികൾ കടന്നുപോകുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം. വളരെ വിശുദ്ധമായി അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളും രാത്രികളുമാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. അതുപോലെ വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് ആ സത്യമെന്ന് അള്ളാഹു സത്യം പറഞ്ഞിട്ടുള്ള രാത്രികൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി കാണാം. ഈ രാത്രികളെക്കുറിച്ചാണ്, ദുൽഹിജ്ജയിലെ 10 രാത്രികളെക്കുറിച്ചാണ്. എന്ന് മാത്രമല്ല, വളരെ പവിത്രമായ അമലുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് സത്യവിശ്വാസിക്ക് ഏറ്റവും ഓഫറിൽ കൂലി നൽകപ്പെടുന്ന ദിവസങ്ങളാണ്. വലിയ കൂലി നൽകപ്പെടും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ വേറെയില്ല. ആ ദിവസങ്ങളിലുള്ള സൽക്കർമ്മങ്ങൾ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഏറെ പ്രതിഫലാർഹമാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ജിഹാദിനേക്കാൾ ഏറെ പ്രതിഫലമുണ്ടോ നബിയെ? ജിഹാദിന് അത്ര പ്രതിഫലമില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല, ജിഹാദിനും അത്ര പ്രതിഫലമില്ല. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മത്തേക്കാൾ ജിഹാദിന് പോലും, അള്ളാഹുവിൻ്റെ വഴിയിലുള്ള പരിശ്രമം, യുദ്ധം, ഇതിന് അനീതിക്കെതിരെയുള്ള യുദ്ധം, ഇതിനും അത്ര പ്രതിഫലമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമായ ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തിന് വേണ്ടി മൃഗങ്ങളെ സെലക്ട് ചെയ്യുകയും ആ മൃഗങ്ങളെ ഉളുഹിയ്യത്തിന് വേണ്ടി കരുതുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. ആ കരുതി കഴിഞ്ഞാൽ നഖവും പല്ലും ശരീരത്തിൻ്റെ രോമങ്ങളൊക്കെയും സേവ് ചെയ്യാതെ അല്ലെങ്കിൽ മുറിക്കാതെ 10 ദിവസങ്ങൾ ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെ മുറിക്കാതിരിക്കലും വളരെ പ്രബലമായ സുന്നത്താണ്. അപ്പോൾ ഉളുഹിയ്യത്ത് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്ന് പറയുന്നത്, ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത്, ഉളുഹിയ്യത്തറുത്ത് അതിൻ്റെ മാംസം പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാം വലിയ ഒരു സൽക്കർമ്മമായി കാണുന്നതാണ്. ഇസ്ലാമിൻ്റെ സൽക്കർമ്മങ്ങളൊക്കെയും തൻ്റെ സഹോദരനെ സഹായിക്കുന്നതാണല്ലോ. അതുകൊണ്ട് സഹോദരന് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥയും ഇസ്ലാം ഇതിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്.